വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. സോ ഇന്ന് തിരുവോണമാണ്. ഇപ്പോൾ 7 മണിയായെന്ന് തോന്നുന്നു. ഞാൻ എണീക്കാൻ വിചാരിക്കണേം കാട്ടിയും 30 മിനിറ്റ്സ് ലേറ്റായിരുന്നു. ഇന്നലെ ലേറ്റായി കിടന്നത്. സോ ഇപ്പോൾ രാവിലെ ഇപ്പോൾ ലിറ്ററലി എണീച്ചുള്ളൂ. എണീക്കുന്നത് തൊട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ഗോ, ബട്ട് യാ. സോ ഗുഡ് മോർണിംഗ് ആൻഡ് തിരുവോണമാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ ചില തിരുവോണം കഴിയുമായിരിക്കും. സോ അമ്മയുടെ വകയാണ് സദ്യയെല്ലാം, ലൈക്ക് എവറിത്തിങ്. സോ യാ. സോ ഞാൻ എന്താ കുളിച്ച് പല്ലൊക്കെ തേച്ച് എല്ലാം റെഡിയായി വന്നു. ഇനി ഐ തോട്ട് ഗെറ്റ് റെഡി വിത്ത് മീ. ഇപ്പോൾ ഹോസ്റ്റലിൽ പോയപ്പോൾ വീണ്ടും ഫേസിൽ പണ്ടത്തെ പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നെറ്റിയിലുമൊക്കെ കുരുക്കൾ പണ്ടത്തെ പോലെ ആവോ ഐ ഹാവ് നോ ഐഡിയ. കാര്യം അധികം സ്കിന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇവിടെ പോയതിന് ശേഷം. സ്കിന്നിൽ ഒരു കുരു വന്നാൽ തന്നെ ഭയങ്കര, ലൈക്ക് ഒരു പിമ്പിൾ വന്നാൽ തന്നെ ഭയങ്കര ടെൻഷനാണ്. പണ്ടത്തെ പോലെ ആവും. ട്രോമറ്റൈസിങ്. ഓണമൊക്കെ അവിടെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മുടെ അലിയൻസിൽ ഓണവും 2 ദിവസം മുമ്പ് കഴിഞ്ഞു. ആ സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അലിയൻസിൽ. ഞാൻ ഈ പിമ്പിൾസ് വന്നതിന് ശേഷം ഫൗണ്ടേഷൻ ഉപയോഗിക്കാറേ ഇല്ല. ജസ്റ്റ് എന്താ, ഇനി എൻ്റെ മേക്കപ്പൊക്കെ കാണുക കറക്റ്റ് ഒരു ഓർഡർ ഒന്നുമില്ല. ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നതിന് പകരം ജസ്റ്റ് പൗഡർ പാഡ് ചെയ്യും ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീം ഇട്ടതിന് ശേഷം. കാര്യം ഇല്ലെങ്കിൽ ഓയിലി ആയിട്ടിരിക്കും. ഒന്നാമതേ പിമ്പിൾ വരാൻ നേരത്ത് ഓയിലി സ്കിന്നാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൗഡർ പാഡും കൂടി ചെയ്തില്ലെങ്കിൽ ഓയിലി ആയിട്ടിരിക്കും. ഫൗണ്ടേഷൻ ഇട്ടാൽ ഇപ്പം എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാന്ന്. പക്ഷെ എന്നാലും എനിക്കൊരു പേടി. എന്തിനാ പറഞ്ഞത്, അതിടാതെ ശീലിച്ചാൽ പിന്നെ അത് ഇടുമ്പോൾ ഇത് മാത്രം. So yeah, that's done. Next eyeliner. അല്ല, ഐഷാഡോ ഇട്ടിട്ടില്ല. സോ യെസ്, ഇനി മുടി. ആക്ച്വലി ഞാൻ രാവിലെ കുളിച്ചു. സോ ഇറ്റ്സ് നോട്ട് ആക്ച്വലി. സോ യാ, അങ്ങനെ ഞാൻ റെഡിയായി. മുടി ഇനി കെട്ടണം. മുടി ഉണങ്ങിയിട്ടില്ല. ആൻഡ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്.
ആക്ച്വലി കുറച്ച് കൊള്ളാം, ബട്ട് എന്നാൽ എടുത്തതിൻ്റെ അത്ര എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ അമ്മ? ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയാ. എന്തോ അവിടെ കണ്ടപ്പോൾ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു. നേരിട്ട് കണ്ടപ്പോൾ അത്ര ഒരു ഇതില്ല. ബട്ട് ബൂട്ട് കട്ട് പാൻസ്. സോ ഞാൻ റെഡിയായി. എനിക്ക് മുടിയും കൂടെ കെട്ടിയാൽ മതി. മുടി ഒന്ന് വളർന്നാൽ മതി. എൻ്റെ ദൈവമേ, ഡൺ. നമ്മുടെ പച്ചടി കിച്ചടി. ഏതേത്? കിച്ചടി. എന്താ കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസം? അറിയത്തില്ലേ? ഞാൻ അത്ത വിടാൻ നേരത്താണ് അത് പണി കിട്ടിയത്. അച്ഛൻ കുറച്ച് പൂ ആദ്യം പാക്കറ്റ് മേടിച്ചോണ്ട് വന്നിട്ട് വൈകിട്ട് അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്തില്ല. അപ്പം അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സും എടുത്ത് പൂ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ വൈകിട്ട് നോക്കിയപ്പോൾ എല്ലാ കടയും അടച്ചു അല്ലേ? അല്ല, സാരി കടയായാലും ജയലക്ഷ്മി എല്ലാം അടച്ചു. ഒരു 8:30, 9 ആയപ്പോൾ എല്ലാം അടച്ചു. പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇവര് വേറൊരു കടയിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് 11 മണിയായി. പിന്നെ പൂവൊന്നും കിട്ടിയില്ല. കിട്ടിയെന്നെ? അയ്യോ, അവര് തിരിച്ചു വരുമ്പോ മേടിക്കാൻ പറയായിരുന്നു പൂ. കാപ്പി എല്ലാവരും വരട്ടെ, എന്നിട്ട് കുടിക്കാം. അച്ഛനും ചേട്ടനും അമ്പലത്തിൽ പോയി. അവര് വന്നിട്ട് കാപ്പി കുടിക്കണം. സോ യാ, ബാക്കി പരിപാടീസ് ഒക്കെ നടക്കുന്നു. കാപ്പിക്ക് നിന്റെ ഫേവറേറ്റ് സാധനം? കാപ്പിക്ക് പുട്ടും പയറും പപ്പടവും. എനിക്ക് ഇഷ്ടമല്ല, എന്നിട്ട് മനപ്പൂർവ്വം ഉണ്ടാക്കിയതല്ലേ അത്. ഓണത്തിന് എളുപ്പമാണ്. എന്നാലും ഞാനല്ലെങ്കിൽ കിടന്ന് പാടുകൂടണ്ടേ? ഓഹോ, ആ പൊട്ടിക്ക്. ഞാൻ പുട്ടും സാമ്പാർ കഴിക്കും ചെയ്യട്ടെ. പിന്നെ നമ്മുടെ പൂച്ച, അവൻ്റെ പേരാണ്. അവൻ ആക്ച്വലി നമ്മള് കുഞ്ഞിലെ അവൻ ഫുഡ് കഴിച്ചിട്ട്, ഫുഡ് നല്ലോണം അവൻ കഴിക്കും. അപ്പം നടക്കാൻ നേരത്ത് വയറ് 2 സൈഡും ഇങ്ങനെ ഉരുണ്ടിരിക്കും. അതായത് ശരീരം സ്ട്രെയിറ്റ്, വയറിങ്ങനെ റൗണ്ട് ഷേപ്പിനല്ലേ അമ്മ? അങ്ങനെ അവനെ നമ്മൾ ഉണ്ടപ്പ എന്ന് വിളിച്ച് ഇപ്പം അതാണ് അവൻ്റെ പേര്. അത് പിന്നെ ബോഡി ഷേവിങ് അല്ല, ഇറ്റ്സ് ക്യൂട്ട്. ബോഡി ഷേവിങ് ഈസ് another thing. It's cute. I really love it. സോ അങ്ങനെ നമ്മൾ ഉണ്ടപ്പ എന്ന് വിളിച്ച്, ലൈക്ക് നമ്മളെല്ലാവരും ഇപ്പം അങ്ങനെയാണ് വിളിക്കുന്നത്. അവനെ ഇന്ന് കുളിപ്പിച്ചു. സോ അവൻ്റെ കാര്യം നോക്കണം. നല്ലെണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു. വരച്ച് പോയിട്ടുണ്ട്. നമ്മൾ തുടച്ച് കൊടുത്ത് ഇനി അവനെ ഒന്ന് നോക്കാൻ പോവാം. അപ്പം എന്ത് ചെയ്യുന്നത് നോക്കാം. മിക്കവാറും കുളിപ്പിച്ചിട്ട് കിടന്ന് ചെളിയിൽ ഉരുണ്ടിട്ടുണ്ടാവും. കുളിപ്പിച്ച വേസ്റ്റാ. എന്നാലും ഈ പൂച്ചയൊക്കെ ഷാമ്പു പ്രത്യേകിച്ച് കുളിപ്പിച്ചതിന് ശേഷം അവരിങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ അതുള്ളവർക്ക് ഇവിടെ വീട്ടിൽ നല്ലൊരു സ്പോട്ടുണ്ട്. ഈ സ്പോട്ട് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതാണ്. കണ്ടോ, സുണ്ടപ്പൻ ഈസ് മിസ്സിങ്. മിക്കവാറും ഡ്രസ്സിൽ കാണും. Let me go check. അതെ, ഞാൻ പറഞ്ഞ പോലെ ചെളി തന്നെ കിടപ്പുണ്ട്. ഭയങ്കര വെട്ടം. ഏടാ ഇപ്പം എന്നെ കണ്ട ഓടും. നോക്ക്, ഫുൾ ചെളിയിൽ. Meow. 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 വാ വാ. ഷെഡോ കുളിപ്പിച്ചാൽ ഇത്ര ഇതുണ്ട്. ഇതിവിടെ നല്ല ലൈറ്റിങ് ഇവിടെയൊക്കെ വെച്ച്. ഇല്ല പറ്റുന്നില്ല. സോ ഇനി അവർ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉള്ള അത്തം വെച്ച്, ഉള്ള പൂ വെച്ച് അത്തപ്പൂടണം. ഉള്ള അത്തം വെച്ച് ഭയങ്കര ഇത് ബീച്ച്. അപ്പൊ ശരി അമ്മ, ടാറ്റാ. നമ്മളെ വീട്ടില് മൂർക്കം വന്നായിരുന്നു.
നീ എന്നെ കളിയാക്കിയിട്ട് നീ എല്ലാവരും അറിയിക്കും. വന്നു എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. അല്ല ജസ്റ്റ് ഇങ്ങനെ വന്നു. പക്ഷെ വാവാ സുരേഷങ്ങളിലേക്ക് വിളിച്ചു. ജസ്റ്റ് ഇങ്ങനെ വന്ന് അടിച്ചിട്ട് വാവാ സുരേഷങ്ങളിലേക്ക് വിളിച്ചു. പക്ഷെ കിട്ടിയില്ല. വന്നപ്പോഴത്തേക്കും പുള്ളി പോയി. അങ്ങനെ കാറിൽ സ്റ്റോക്ക് പാമ്പൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കാണുന്നില്ല. അയ്യോ പാമ്പ് ഇതൊക്കെ ഇങ്ങനെയാണ്, ഇത്ര ഉണ്ടായിരുന്നു, ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്കിള് എവിടെ പോയിട്ട് വന്നതാ. നോക്കിയപ്പോഴേ ഞാനിങ്ങനെ അടുത്ത് ചെന്ന് അങ്കിളെ എന്തോ പറയാൻ വേണ്ടി പോയപ്പോ ഒരു പാമ്പിനെ എടുത്തിട്ട് ഇത്ര ഉണ്ടായിരുന്നോ, വീണ്ടും അപ്പുറത്തുനിന്ന് ഇത്ര ഉണ്ടായിരുന്നു. അമ്മേ, അതായത് മൂർഖനാണെന്ന് തോന്നുന്നു. പല പല ഡെപ്പിക്കകത്ത് പല പല സൈസിൽ ഇതായിരുന്നു. നമുക്കങ്ങനെ കോമൺ ആയിട്ട് അങ്ങനെ കാണാനല്ലോ. ഞാൻ പേടിച്ചു പോയി. ഞാനും വിളിച്ചു, അമ്മയും വിളിച്ചു. ദാറ്റ് വാസ് ഫണ്ണി. ആൻഡ് യാ, അത്രയൊക്കെയാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് 2 ദിവസം മുമ്പ് വന്നു. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പോവും. സാമ്പാർ തരുമോ? ഉള്ള മുടിയിൽ ഞാൻ പൂവൊക്കെ വച്ചു. ഇത് ആക്ച്വലി ഓറഞ്ചാണ്. ഇതിൻ്റെ അത് അധികം ചേരത്തില്ല. ഹലോ, ഹായ് പറ അച്ഛാ. ഹായ് പറ. നമുക്ക് അത്ത വിടാം. എന്നാൽ ഇത്ര പൂവേ മേടിച്ചുള്ളൂ, പിന്നെ പൂ മേടിച്ചില്ല. സോ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ, അങ്ങനെയല്ലേ? പക്ഷെ ഇതെവിടെയല്ലോ ഒന്ന് വയ്ക്കാം. സോ വി ഹാവ് ഓറഞ്ച് ജമന്തി, മേരിഗോൾഡും, പിന്നെ മഞ്ഞ ജമന്തി അല്ല, ക്രൈസാന്തമമാണ്. വാവ്, സോ ദിസ് ഈസ് ഗൈസ്. സോ ലാസ്റ്റ് ഞാൻ അത്തമിട്ട് കഴിഞ്ഞു. ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ വന്നില്ല, കുറച്ച് ചരിഞ്ഞു പോയി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇതാണ് ഞാൻ ഇട്ട അത്തം. ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്തോ ഒരു പ്രശ്നം. സോ അച്ഛന്താ പൂക്കളത്തിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി, തുളസിയും കൂടെ ഇട്ടു. ആൻഡ് സദ്യ റെഡിയായി. നമ്മളൊരു ചെറിയ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ സോ സദ്യ എല്ലാം റെഡിയായി. അത് കാണാൻ പോവാം. മാതാജി സദ്യ സെറ്റായോ? ആ ചേട്ടൻ പോയി ബോളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. സെറ്റായോ സദ്യ? എല്ലാം വിളമ്പി വെച്ചിട്ട് കാണാം. പാൽപ്പായസം, രസം, കിച്ചടി, പച്ചടി, തോരൻ അത് വച്ചില്ല. പിന്നെ അച്ചാറ്, ഇത് പുളിയിഞ്ചി, പാലക്കാട് പുളിയിഞ്ചി, പാൽപ്പായസം, പാലടയില്ലേ? പാലട എൻ്റെ ഫേവറേറ്റ്. അട എല്ലാം സെറ്റ്. അറേ വാ, കഴിച്ചു നോക്കി അഭിപ്രായം കൂടെ പറഞ്ഞിട്ട്. സോ ഞാൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇത് കാണത്തില്ല പപ്പടം പൊളിക്കുന്നത്. കഴിച്ചു നോക്കി അഭിപ്രായം പറഞ്ഞിട്ട് വേണം. ഇത് സാധാ പരിപ്പല്ല, മറ്റേ കുരുമുളക് ഇട്ടാണ് അമ്മ പരിപ്പ് വയ്ക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുരുമുളക് ഇല്ലാത്ത പ്ലെയിൻ മഞ്ഞ പരിപ്പ്, ഇത് അതല്ല.
സെറ്റ്. നീ ഇത് നോക്കട്ടെ, പുളിയും ചോക്കട്ടെ. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. കറക്റ്റ് പാലക്കാട് പുളിയും ഉണ്ട്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് ഉദ്ദേശിച്ച് വെച്ചത്. പക്ഷെ കറുത്ത പുളിയല്ല, ആ ഒരു മധുരവും കൂടെ. നാരങ്ങ കൊള്ളാം, മാങ്ങ കൊള്ളാം, പച്ചടി കൊള്ളാം, കിച്ചടിയും കൊള്ളാം, ചേട്ടൻ പറയാം. തോരനും അടിപൊളി, ഓക്കെ അടിപൊളി. പരിപ്പും ഒക്കെ സൂപ്പർ. ആകെ പുളിയിഞ്ചി മാത്രം പാലക്കാട് പക്കയായില്ല, ബാക്കി എല്ലാം സെറ്റ് സൂപ്പർ. പുളിയിഞ്ചി കുഴപ്പമില്ലല്ലേ? അതായിരിക്കും. അവിയൽ സൂപ്പറോ. തോരൻ നോക്കട്ടെ. പരിപ്പ് ഓക്കെ സൂപ്പർ. അവിയലും ഒക്കെ, തോരനും കൊള്ളാം. അത് 3 പാസ്. അത് നമുക്ക് തൈര് ഇതിലോട്ട് നോക്കാം. കൊള്ളാം. തൈരിൻ്റെ അടുത്ത വെള്ളം നോക്കട്ടെ. അച്ഛൻ റിവ്യൂ വൈഫിന്റെ. ഓ മാച്ച് ആൻഡ് മാച്ച്, വൈഫ് ആൻഡ് ഹസ്ബൻഡ്. ഓ ചേട്ടനും മാച്ച്, ഞാൻ മാത്രമേ ഉള്ളൂ ഓട് വണ്ണ. അച്ചാർ മീഡിയം, നാരങ്ങ കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇഞ്ചി സൂപ്പർ. നമ്മളെ പുളിയിഞ്ചി എന്താ അച്ഛൻ പാലക്കാട് കിട്ടുന്ന അതേ ടേസ്റ്റ്. അതേ ടേസ്റ്റ് ഒന്നും അല്ലേ? അയ്യോ അയ്യോ അയ്യോ, അതാ ടേസ്റ്റ്. അത് ഭാര്യ സൂചിപ്പിച്ച് പൊക്കി 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 പറഞ്ഞതെല്ലാം കള്ള. ഇവിടെ ഈ ടേസ്റ്റ് ഓണമായിട്ട് പോച്ചേനീച്ച് പാലക്കാട് ഇങ്ങനെയാണോ? കുറച്ചുകൂടെ മധുരവും ആ പിന്നെ പക്കാന്നൊക്കെ. അതെന്താണെന്നറിയോ? കറുപ്പ് എന്താണെന്നറിയോ? അവിടുത്തെ പണ്ടത്തെ പഴംപുളിയാണ്. നമുക്കിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇപ്പോഴത്തെ പുളിയാണ്. അപ്പൊ താങ്ക് യു അമ്മ. ഇനി നമ്മുടെ സാമ്പാറും കൂടെ നോക്കണം. സാമ്പാറും പുളിശ്ശേരി മോരും അമ്മ താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ പാസ്. അപ്പൊ ശരി. സൂപ്പറാടാ. അധികം മധുരം ഇല്ല അല്ലേ? മീഡിയം മധുരം, അതാണ്. മധുരം ഇത് പാൽ പായസം. പക്ഷേ എല്ലാം സമ്മതിക്കണോ? എന്തിന് മുട്ടച്ചിക്കറിയൊക്കെ വെച്ചില്ലേ? നമ്മളല്ലേ ചേട്ടൻ മാത്രം എന്നെ ഹെൽപ്പ് ചെയ്തോ? ഞാൻ എന്നെ സ്വന്തമായിട്ട് ഞാൻ ഒത്തിരി ബോളി എടുക്കാം. എനിക്ക് ബോൾ കിട്ടോ. കഴിക്കത്തില്ലടി. ഒന്ന് കഴിച്ചിട്ട് നീ അടുത്ത കഴിക്കട്ടെ. ഇവിടെ എണീച്ച് പോയാൽ ശരിയാക്കും. അവള് കഴിച്ചിട്ട് അത് ഇട്ട് കൊടു. ഇവിടെ ഇരിക്കുകയല്ലേ, ആരും അവള് കഴിക്കത്തില്ല. അവള് കഴിക്കൂല. കഴിച്ചാലോ? കഴിച്ചാ നല്ലത്. കഴിച്ചോ അച്ഛാ ഒഴിക്കച്ച പാലട. ഒഴിച്ചോ ഒഴിച്ചോ. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒഴിക്കാം, ഇവിടെ ഒക്കെ എത്തും. അല്ലെങ്കിൽ ഞാൻ ഒഴിക്കാം. ഞാൻ ഒഴിച്ചുതരാം. പിടിക്കുന്ന ഒഴിക്കാം. എനിക്ക് അണ്ടിപ്പരിപ്പൊന്നും ഇല്ലാതെ ഒഴിക്കണം. അതിലില്ല മക്കളെ, ഞാൻ ഒന്നും ഇട്ടില്ല അതിൻ്റെ അകത്ത്. അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ഏലയ്ക്ക പോലും ഇട്ടില്ല. പൂന്തി വേണ്ടേടി? അയ്യേ ടേസ്റ്റ്. പറ, പായസത്തിൻ്റെ കാര്യം പറ, ബോളിയുടെ കാര്യം പറയണ്ട. ബോളി ആരെങ്കിലും ഉണ്ടാക്കിയതല്ലേ? പായസം ഞാൻ ഉണ്ടാക്കിയത്. ഇൻസ്റ്റന്റ് മിക്സ് അല്ലേ? എന്നാലും അതിൽ പാലൊക്കെ ഒഴിച്ച് കറക്റ്റ് ഇളക്കി 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 ഇളക്കി. ആ അച്ഛൻ ഇട്ടുകൂടും. അച്ഛയുടെ ഐഡിയ കേട്ടാ. ആകാശ് ഇപ്പോഴൊന്നും പായസത്തിൽ എത്തത്തില്ല. സദ്യയുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടാണ്. എന്തായാലും സൂപ്പർ. ബോളിയും കൊള്ളാം. ബോളിക്ക് ഒട്ടും അച്ഛൻ മധുരം അധികം ഇല്ല. അപ്പൊ പായസമായിട്ട് നമ്മുടെ സൂപ്പർ. ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാൻ കുറച്ച് നല്ല നല്ല പായസം. അപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. പാലട അടിപൊളി. കുറച്ചുകൂടെ ചോറിടണേ ഏട്ടാ. പുളിശ്ശേരിയും രസവും മോരും. ഒക്കെ പൂന്തി എടുത്തോടമ്മ. വേണ്ട, ഇത് അതിനെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് നാളെ വേറെ പായസം വയ്ക്കാം. ഇത് കഴിക്കും. നാളെ ഏത് വേറെ പായസം? വേണേ ഓക്കെ. ആ അരി പായസം വെച്ചു. അരി എനിക്ക് വയ്ക്കാം. അത് കുഴപ്പമില്ല, അമ്പലത്തിൽ നിന്ന് വാങ്ങാം. ഇന്ന് നോക്കിയിട്ട് ഞാനും വീടുമല്ലോ.
കൈമാറ്റം ഞാൻ ഇന്ന് ചോറ് കുറച്ചെടുത്ത് എനിക്ക് ബോളിയും പായസം കൂടുതൽ കഴിക്കണമെന്നുള്ളൂ. മറ്റേത് മതി ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ വയറ് സ്ഥലം കാണത്തില്ല. പക്ഷെ ഇത് മഹാബലി പോലെ അല്ല ആകാശം. അവിടെ അകത്ത് മഹാബലി ഇല്ലല്ലോ. മറ്റേ വയറും കട അത് ഡിഫറെന്റ്. ഇതിനകത്തുണ്ട്. ഇതന്നെ ഇതുണ്ട് ഇത് പക്ഷെ അതിനെന്തോ ഒരു ഇത് കല്യാൺ ബോളി. ഇതും കൊള്ളാം. പക്ഷെ മഹാബോളി ഞാൻ നോക്കിയില്ല. നമ്മൾ നേരത്തെ മാറ്റി വെക്കുമായിരുന്നു. പക്ഷെ നേരത്തെ മേടിച്ച് വെച്ചാലും ചൂട് ചൂടോടുകൂടി ഒന്നും ഇപ്പൊ കിട്ടണമെന്ന് മഹാബോളി എന്ത് വായി വെച്ചത് അലിഞ്ഞു. ഫ്രീ പ്രൊമോഷനാമത്തെ അത് ചൂടിനാൾ മേടിച്ചായിരുന്നു. അതിപ്പോ ഈ ഇടയ്ക്ക് കഴിച്ചോണ്ട് നമുക്കും ചെയ്യാം. അടുത്തോണ്ട് ഭയങ്കര മെനക്കേടല്ലേ. സോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഓണം. നമ്മളിനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ എന്താ തിരുവോണം ഇങ്ങനെ തീരുവല്ലേ അമ്മ. TV പോലും കണ്ടില്ല. കുറച്ചേരം TV കാണണം. ഞാൻ കണ്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോവും. 2 ദിവസമല്ല മറ്റു അതെ 2 ദിവസം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. ഇന്ന് നാളെ ക്ലാസ്സസ് ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം ബുക്ക് തൊട്ടിട്ടില്ല. ഇനി അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ഞാൻ അറിയണം. സോ യാ പക്ഷെ നല്ലൊരു ഓണമായിരുന്നു അല്ലേ. നല്ല രസമായിരുന്നു. ഈ 4 ദിവസം ബുക്ക് നമ്മളെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഓണത്തിന് വീട്ടിലുണ്ടാവാറില്ല. എല്ലാ ഓണത്തിനും നമ്മൾ ഏതെങ്കിലും അമ്പലത്തിലോ എവിടെയെങ്കിലും ഒക്കെ പോയി. ഈ വർഷമാണ് വീട്ടിൽ നിന്നിങ്ങനെ അതും ഇങ്ങനെ അട്ടൊന്നും ഇട്ടിട്ടില്ല. 4 പേരും കൂടെ ആദ്യമായിട്ട് കുറേ നാളേക്ക് ശേഷം. സോ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. സോ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആൻഡ് സബ്സ്ക്രൈബ്, കമന്റ് ആൻഡ് ലൈക്ക്.